പ്രേമികളെ, വീഴുമലയുടെ താഴ്വരയിൽ ചെറുനട്ടൂരി ഭഗവതിയുടെ ആശീർവാദം ഏറ്റുകിടക്കുന്ന ചിറ്റിലഞ്ചേരിയെ ആവേശത്തിന്റെ അപരാഹ്നങ്ങളിൽ ആറാടിച്ചുകൊണ്ടരങ്ങേറുന്ന 6ാമത് ആട്ടുകണ്ടത്തിൽ അമ്മുക്കുട്ടി മെമ്മോറിയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശകരമായ ഉദ്ഘാടന മത്സരം നാളെ വൈകിട്ട് ചിറ്റിലഞ്ചേരി MNKM ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ച് ചിറ്റിലഞ്ചേരിയുടെ പട്ടക്കുതിരകളായ ചിറ്റിലഞ്ചേരി ടൈഗേഴ്സും PFC ചിറ്റിലഞ്ചേരിയും തമ്മിൽ കൊമ്പുകോർക്കുന്നു. കടലാസ് പുലികളിൽ നിന്ന് യഥാർത്ഥ പുലികളിലേക്ക് പ്രിയമുള്ളവരെ, അങ്കമുറുകാണ്. ചിറ്റഞ്ചേരി ടൈഗർ ടീമില് ആകെ കളിയറുണ്ടായിരുന്നത് ഇത് നമ്മുടെ ഈ മുത്തിനാണ്. അവരെ PSC ടീം അങ്ങോട്ട് പൊക്കി. ആ വേട്ടാവിളയും പോയില്ലായിരുന്നെങ്കിലേ ഞങ്ങൾ അവനെ പിടിച്ച് പുറത്താക്കി. ഇത് ഞങ്ങളുടെ ലൈവാ, നീ പോ. എടാ ഞങ്ങൾക്ക് ഇവിടെ ലൈവ് വലിയ നെയ്മറാന്ന് അവന്റെ വിചാരം. പഴയ കളിയൊന്നുമില്ല. പൈസ കൂടുതൽ കിട്ടിയപ്പോ വളർത്തി വലുതാക്കിയ നമ്മളെ കേട്ടിട്ട് ആ മൈ മറ്റൊരു കൂടെ അങ്ങോട്ട് പോയി. ഈ ഡയലോഗ് ഒന്നും ഇത്ര ദിവസം കണ്ടില്ലല്ലോ. ഞങ്ങളുടെ മുത്താണെന്നുണ്ടെങ്കിൽ ചിയാബ് ഞങ്ങളുടെ സ്വത്താണ്. എവിടെ പുതിയ ഫ്ലെക്സ്? ഞാൻ ഇത് മാറ്റാൻ പറഞ്ഞല്ലേ, വെറുതെ എന്നെ നാട്ടിക്കാനായിട്ട്. 5 മിനിറ്റ് കൊടുത്തിട്ട് ഇപ്പൊ കിട്ടും. 5 മിനിറ്റ് ലൈവ് 5 മിനിറ്റ്. അതിനുള്ളിൽ ഞങ്ങളുടെ പുതിയ ഫ്ലെക്സ് ഞാൻ ഇവിടെ കെട്ടിയിരിക്കും. എത്രയാണ്? 210. നാളെ ഒരു 10-നും 10:30 ഇടയ്ക്ക് ആയിക്കോട്ടെ. സദ്യ ഉണ്ടാവോ? ഫുൾ എമൗണ്ടും അഡ്വാൻസ് വെച്ചോ നീ. ശരി. അവൻ്റെ ഒരു ജാടേ. ആ ഫ്ലെക്സിങ് എടുത്തോ. ആകെ സീനാണ് അവിടെ. ഇപ്പൊ തരാം. നിന്നെ കൊണ്ടൊക്കെ അത് പ്രഭു ആടാ മനു, എന്തായി? ഫ്ലെക്സ് കൊടുത്തുവിട്ട ബസ് എത്തിയോ? മനു ബസ് ഇപ്പൊ വന്നിട്ടുള്ളൂ. ഒരു 10 മിനിറ്റ്. ഞാൻ വേഗം വാടാ. ഞാൻ ഇയാളുടെ അടുത്ത് എന്ത് പറഞ്ഞു നിൽക്കാനാണ്? പിന്നെ നീ വരുമ്പോഴേ നമ്മുടെ ബിൽഡിങ്ങിന്റെ അതെനിക്കറിയാം. സുരേട്ടാ പ്രിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. സൗണ്ട് കേൾക്കണുണ്ടല്ലോ. ഇപ്പൊ തന്നെ തരാം. നിങ്ങൾ സുരേട്ടാ മറ്റേ ആ ബില്ലൊന്ന് എന്താണ് പ്രഭു? ഒന്നുമില്ല ഏട്ടാ. പോയി. സുരേട്ടാ ഒരു 5 മിനിറ്റ്. എന്നാണ് 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് 5 മിനിറ്റ് കുറെ നേരം. പ്രഭുവേ, നീ ഇപ്പോഴും ചാട്ടം നിർത്തിയില്ലടാ. ഞാൻ പാത്തുമുത്താണ്ടാ. 8 പേര് നിന്നോട് പഠിച്ച പാത്തുമുത്ത് സൂറാ. എടോ ഫേസ്ബുക്കിൽ ഞാൻ വാക്ക് പറഞ്ഞു അറിയോ? പോയി എടുത്തോണ്ടോളൂ. TV-യിൽ ഓലഞ്ഞാലിക്കുരി പാട്ടൊക്കെ വരുമ്പോ നിന്നെ ഞാൻ ഓർക്കും. 8ാം ക്ലാസ്സിൽ നമ്മളൊന്നിച്ച് ഓണപ്പൂക്കളിട്ടതൊക്കെ മറക്കാൻ പറ്റൂടാ? 7ാം ക്ലാസ് തന്നെ പഠിപ്പ് നിർത്തിയാൽ മതിയായിരുന്നു. ആരെ വിളിക്കണ്ട്? പ്രഭു നീ എവിടെയാണ്ടാ? എന്റെ പൊന്ന് പാത്തു, ഒരവിധത്തിനൊന്നും ഇപ്പൊ സമയമില്ല. താല്പര്യക്കുറവുകൊണ്ടല്ല, വേറെ വഴിയില്ലാത്തോണ്ടാ. ഇത്തിരി ടൈം കിട്ടുകയാണെങ്കിൽ ഞാൻ വിളിക്കാട്ടോ. നീ പ്രാർത്ഥിക്ക്. ഫേസ്ബുക്കിൽ ഞാൻ വാക്ക് പറഞ്ഞു അറിയോ? 3 മിനിറ്റ് 2 മിനിറ്റ് 5 മിനിറ്റ്.
സമയം എടുത്താലും പ്രിന്റിന്റെ ക്വാളിറ്റി ഉണ്ടായിരുന്നില്ല ഒരു കോംപ്രമൈസ് എല്ലാവരും മാറിണ്ട നിർത്തട്ടെ റെഡി എന്റെ ഫോട്ടോ തണ്ണി സുരത നിങ്ങളുടെ ഇരട്ട പേര് മാറിപ്പോയി. സുരേട്ടാ, 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 ചേട്ടൻ ഇവിടെ അടിക്കാൻ നിന്ന് വിളിച്ചത് അവിടെ കെട്ടി പൊക്കിക്കൊണ്ടിരിക്കണം. അങ്ങോട്ട് നോക്കി. പുകഞ്ഞ പുള്ളി പുറത്ത്. ഫേസ്ബുക്കിൽ ഞാൻ കൊടുത്ത വാക്കും പാലിച്ചു. മനു കളി കാര്യമായി തുടങ്ങിയിട്ടാ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്താണ് മനോഹര നീ മൂട്ട് തീ പിടിച്ച വഴി നടക്കണത്? അകത്താരെ പ്രസവിക്കാൻ കിടക്കണ്ട. ആ സ്വിച്ച് ഒന്ന് ഓഫ് ആയിക്കോട്ടെ. സംഭവം നമുക്ക് ശരിയാക്കി എടുക്കാം. പക്ഷെ കുറച്ച് പൈസ ഇറക്കണം. മൊത്തം ഹെഡും 2 ബോർഡും മാറ്റണം. ഹെഡിന് മാത്രം ഒരു 3 ലക്ഷം രൂപ വരും. ബോർഡിന് ഒരു 2. മൊത്തം 5 ലക്ഷം രൂപ. ആ അത്രയും വരും. ഈ ബോർഡ് വേണമെങ്കിൽ ഞാൻ റിപ്പയർ ചെയ്ത് തരാം. ഒരു 1.5 ലക്ഷം രൂപയോളം നിങ്ങൾക്ക് അങ്ങനെ ലാഭിക്കാൻ പറ്റും. പക്ഷെ ഹെഡ് വാങ്ങിയേ പറ്റൂ. പൈസ റെഡി ആകുമ്പോൾ നിങ്ങൾ അറിയിച്ചാൽ മതി. പെട്ടെന്ന് വേണം. ചിലപ്പോൾ പുറത്ത് പോകാനൊരു ചാൻസ് ഉണ്ട്. അതാ ശരിയാണ്. ശരി, ആള് പുലിയാണ് കേട്ടോ. കുറെ തപ്പിയിട്ടാണ് കിട്ടിയത് തന്നെ. മൂപ്പര് പോണതിന് മുമ്പ് ഹെഡ് വാങ്ങിക്കാനുള്ള പൈസ നമുക്ക് ഒപ്പിക്കണം. ഇവൻ ചൈനീസാ, ഇവൻ അറബിയാ. വിശേട്ടാ, ഇതാണ് ബുർജ് ഖലീഫ. ഇവൻ ഇവിടുന്ന് കൊളുത്തി വിട്ട 1/2 മൈലും മുകളിൽ പോയിട്ട് പൊട്ടി ഒരു വിരിച്ചിലുണ്ട്. വിശ്വാസമായില്ലേ? വാ, സാമ്പിൾ കാണിച്ചാ. അടുത്ത തൃശ്ശൂർ പൂരത്തിൽ ലോഞ്ച് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന അവന്റെ ഒരു 1/2 മൈല് മനുഷ്യന്റെ അരമണ്ടനം തന്നെ ഇപ്പൊ തരുന്നേനെ. കെട്ടുകളി 2 കുട്ടികളുള്ളതാണ്. അറിയാലോ നിനക്ക്? എന്താണോ? അല്ല ഞങ്ങള് മറ്റേ ഫ്ലെക്സ് പ്രിന്റർ. ഓ മനു, വേലപ്പറമ്പിൽ പരസ്യങ്ങൾ വയ്ക്കാനുള്ള അധികാരം ഇത്തവണ മുതൽ കമ്മിറ്റിക്കാർ ഏറ്റെടുത്തിരിക്കുക. സ്പോൺസർമാരുടെ അടക്കം 10-300 ബോർഡ് കാണും. ഞാൻ മറന്നു വേണമെങ്കിൽ അടുപ്പിക്കാം. ഇനിയിപ്പോ നീ ഉണ്ടല്ലോ, ഈ ഓർഡർ താൻ നന്നായിട്ട് ചെയ്ത പിന്നെ വർക്കിനെ കുറിച്ച് പേടിക്കണ്ട. ആവശ്യത്തിനുള്ള എന്റെ അടുത്ത് തന്നെ ഉണ്ട്. ഇതാ താങ്ക് യു ചേട്ടാ. നല്ല വർക്കേട്ടാ, നമ്മൾ രക്ഷപ്പെട്ടു വർക്കേട്ടാ. വർക്ക് ഇഷ്ടപ്പെട്ട പിന്നെ പുള്ളിയുടെ ടെക്സ്റ്റൈലിന്റെ അടക്കം പിന്നെ എല്ലാ വർക്കും ഇത് മാത്രം മതി. പ്രിന്റർ നമുക്ക് ഈസി ആയിട്ട് ശരിയാക്കാം. ഇപ്പൊ എനിക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് മനു. ഞാൻ പറഞ്ഞല്ലേ അക്ഷയുടെ പ്രിന്റ് അടിക്കുമ്പോൾ എന്നെ വിളിക്കണമെന്ന്. ശ്രീജ പ്രിന്റ് അടിച്ച് കഴിഞ്ഞിട്ടാണ് ശ്രീജനെ വിളിക്കണ കാര്യം ഓർത്തത്. വേണമെങ്കിൽ ശ്രീജയ്ക്ക് വേണ്ടിട്ട് ഒന്നുകൂടെ പ്രിന്റ് അടിച്ച് കാണിക്കാം. വേണം? വെറുതെ പറഞ്ഞതാ. ഇല്ലിമുളങ്കാടുകളിൽ ലല്ലലലം പാടി വരും തെന്നലേ 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 തെന്നലേ. പാട്ടൊക്കെ കൊള്ളാം, പക്ഷേ പ്രിന്റിന് ഒരു ക്വാളിറ്റി ഇല്ല. സിയാൻ മജന്ത പ്രിന്റ് ഹെഡിലൊക്കെ നല്ല ബ്ലോക്ക് ഉണ്ട്. പുതിയ പ്രിന്ററിൽ ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഒന്ന് കാണാൻ പറ്റും? ഞാൻ കാണിച്ചു തരാം. അല്ല 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 അതെന്താടാ മനു? അല്ല അത് പുറത്തുനിന്നുള്ളവരെ പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് കയറ്റാറില്ല. അന്ന് ഫോട്ടോഷോപ്പ് ഓടിക്കാൻ വന്നപ്പോ ഞാനാണ് ഇതുപോലെ പറഞ്ഞിരുന്നെങ്കിൽ നീ ഇന്ന് ഇവിടെ ഇല്ല കേട്ടോ. വാടാ. എന്താ മനു തിരിച്ചു വിളിക്കും മനു. രാഹുൽ, സാരമില്ല, കാര്യങ്ങളൊക്കെ ശരിയാവുമ്പോ അവളെ പറഞ്ഞ് മനസ്സിലാക്കാം.